സുപ്രഭാതം മാധ്യമരംഗത്ത് കേരളത്തിലെ വിശേഷ മലബാറിലെ ആദ്യമായിട്ട് ഒരു കരിയർ ക്ലിനിക്ക് രംഗത്തിറക്കുകയാണ്. ആ കരിയർ ക്ലിനിക്ക് രംഗത്തിറക്കിയ സുപ്രഭാതത്തിൻ്റെ പ്രിയപ്പെട്ട CEO മുസ്തമാഷ് നമ്മോട് കൂടെ ചേരുന്നുണ്ട്. മാഷെ, ഇങ്ങനൊരു ആശയം ആദ്യമായിട്ട് താങ്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് പല ആശങ്കകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്താണ് താങ്കൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ? നമ്മൾ 12 വർഷം പൂർത്തിയായി നമ്മുടെ പത്രത്തിന് 13ലേക്ക് പ്രവേശിക്കുക. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. കരിയർ ക്ലിനിക്ക് എന്ന ആശയം ഈ വർഷം മുതലാണ് എക്സ്പോകളാണ് നടത്തിയത്. അപ്പോൾ ഇത് നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മൾ കണ്ടൊരു കാഴ്ച, എക്സ്പോ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ 1-2 കേന്ദ്രങ്ങളിലാണ് നമ്മൾ നടത്താറുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ എല്ലാ സ്ഥലത്തിലും വിദ്യാർത്ഥികൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം മുതൽ ഇങ്ങനെ ഒരാശയം നമ്മുടെ മുമ്പിൽ, പ്രത്യേകിച്ച് ഇതിൻ്റെ കോർഡിനേറ്റർ റിയാസ് ഫൈസി വെച്ചപ്പോൾ അത് നല്ലൊരാശയമായി തോന്നി. അതായത് 20 കേന്ദ്രങ്ങളിലാണ് ഈ പ്രാവശ്യം നടക്കുന്നത്. അപ്പോൾ അത്ര കേന്ദ്രങ്ങളിൽ കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ നേരത്തെ എക്സ്പോ ആയിരുന്നെങ്കിൽ അത് 1-2 സ്ഥലത്ത് 2000-3000 കുട്ടികൾ പങ്കെടുക്കും. അതിൽ എല്ലാ ഭാഗത്തുള്ള കുട്ടികളും എത്തൂല. ഇപ്പം നമ്മൾ മലബാറിലെ ഏകദേശം 20 കേന്ദ്രങ്ങളിൽ ഈ പരിപാടി നമുക്ക് നടത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് ആയിരക്കണക്കിന് കുട്ടികൾ ഈ എക്സ്പോ കരിയർ ക്ലിനിക്ക് സന്ദർശിച്ചു. അവർക്ക് ഏറെ ഉപകാരപ്പെട്ടു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ മികച്ച വിധത്തിലാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ കരിയർ ക്ലിനിക്ക് ഉണ്ടായത്. എക്സ്പോയേക്കാൾ മികച്ച അവസ്ഥ. ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആശങ്ക ഉണ്ടായിരുന്നു. അതേ സമയത്ത് ആ പദ്ധതി വെച്ചപ്പോൾ അത് പ്രായോഗികമാണോ എന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ പ്രാവശ്യം മുതൽ അത് ക്ലിനിക്ക് സ്വഭാവത്തിലേക്ക് പോയി. അത് വിജയകരമാണ്, 100% വിജയമാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിൽ വലിയ വിജയമാണ്. ആയിരക്കണക്കിന് കുട്ടികൾ ഈ സ്റ്റാളുകൾ സന്ദർശിച്ചു, അവരുടെ സംശയങ്ങൾ തീർത്തു. ഒരുപാട് രക്ഷിതാക്കൾ നമ്മളെ പ്രശംസിച്ചു. നേരിൽ വിളിച്ച് തന്നെ നിങ്ങളുടെ ഈ പരിപാടി വളരെ ഗംഭീരമായിട്ടുണ്ട്, അടുത്ത വർഷം വെക്കണമെന്നാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ പങ്കാളിത്തത്തിൽ എടുത്തു പറയുന്നത്, ഇപ്പോൾ ഇന്നലെ കണ്ണൂർ വന്ന സമയത്ത് ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ഒരു കുട്ടി അവിടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു, IAS താല്പര്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ അത്തരത്തിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ വരെ അവിടെ ആശങ്കകൾ പരിഹരിക്കാൻ ഒരു കേന്ദ്രമില്ലാതിരിക്കുന്ന സമയത്താണ് സുപ്രഭാത് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ ഒരു CEO എന്ന നിലയിൽ അഭിമാനവും സന്തോഷമൊക്കെ തോന്നുന്ന നിമിഷമല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ പോളിസിയിൽ, സുപ്രഭാതത്തിൻ്റെ പോളിസി തയ്യാറാക്കിയപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട കൂട്ടുമല ബാപ്പുസ്താദ് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ പ്രഥമ ചെയർമാൻ അന്ന് പോളിസി തയ്യാറാക്കിയപ്പം അവിടെ ഏതിനായിരിക്കണം നമ്മൾ വെയിറ്റേജ് കൊടുക്കേണ്ടതെന്ന് ചർച്ച വന്നു. എന്തായിരിക്കണം നമ്മുടെ പത്രത്തിൻ്റെ നയം? ആ ചർച്ച വന്ന സമയത്ത് ഏകകണ്ഠമായി പറഞ്ഞ ഒന്നാമത്തെ അജണ്ടയിലെ പോളിസിയിലെ ഒന്നാമത് വരേണ്ടത് വിദ്യാഭ്യാസ പ്രവർത്തനമാണ് എന്നായിരുന്നു അവിടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോളിസി തയ്യാറാക്കിയപ്പോൾ ഇതിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ കൂടുതലാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ പത്രത്തിൽ വിദ്യാപ്രഭാതം എന്ന പേരിൽ ഒരു പേജ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എന്ത് വാർത്തകളുണ്ടോ അത് നമ്മൾ തേടിപ്പിടിച്ച് ആ വാർത്ത കൊടുക്കാൻ വളരെയേറെ പൊതുസമൂഹത്തിനിടയിൽ സ്വീകാര്യമായ ഇൻഫോർമേറ്റീവായ ഒരുപാട് വിദ്യാഭ്യാസ വാർത്തകൾ നമ്മൾ പത്രം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാപ്രഭാതത്തിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഇന്നലെ ഒരു കുട്ടി, ഞാൻ സുപ്രഭാതത്തിൻ്റെ സ്ഥിരം വായനക്കാരിയാണ്, ആ വിദ്യാപ്രഭാതത്തിൽ നിന്ന് നിരന്തരമായിട്ട് കുട്ടിക്ക് എന്തെങ്കിലും അപ്ഡേഷൻസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വരും വർഷങ്ങളിൽ, ഇപ്പോൾ ഈ വർഷം കരിയർ ക്ലിനിക്കാണ്, വരും വർഷങ്ങളിൽ വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് സുപ്രഭാതത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് നമ്മൾ തുടക്കം മുതലേ നമ്മൾ ഊന്നൽ നൽകിയൊരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷവും അത് തന്നെ ആയിരിക്കും. നമ്മൾ കൂടുതലായിട്ട് ആ മേഖലയിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് മലബാറിലാണ് പിന്നോക്കാവസ്ഥ ഏറ്റവും കൂടുതലുള്ളത്, വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കാവസ്ഥ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആവശ്യത്തിന് SLC പരീക്ഷ കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇവിടെ കോഴ്സിനില്ല, സീറ്റില്ല. ഹയർ സ്റ്റഡിക്കുള്ള അവസരങ്ങളില്ല. സ്കൂളുകൾ തന്നെ ആവശ്യത്തിന് നിലവിലില്ല. ഇവിടെ പ്രശ്നം പിന്നെയെങ്കിലും അല്പമെങ്കിലും പരിഹരിക്കപ്പെട്ടത് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളെ കൊണ്ടാണ്. വലിയ അന്തരമാണ് നമ്മുടെ മലബാറിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ളത് മറ്റു മേഖലയുമായി ബന്ധപ്പെടുമ്പോൾ. അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പം മലബാറിലെ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രധാനമായൊരു പങ്ക് നമുക്ക് കൂടി വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തുടർന്നുള്ള കാര്യം കൂടെ, ഇപ്പോൾ ഈ പുതുതലമുറ പല ആളുകളും പറയുന്നത് ഇവർക്കൊക്കെ പാഷനോട് താല്പര്യമില്ല, ചില ട്രെൻഡുകളുടെ പുറമെ പോകുന്നു. പക്ഷേ നമ്മുടെ കരിയർ ക്ലിനിക്കിൽ 1000-ന് മുകളിൽ കുട്ടികൾ വന്ന സമയത്ത് അവർക്ക് ഡ്രീമുണ്ട്, ഏകദേശം ഒരു 19, 18, 20 വയസ്സുള്ള കുട്ടികൾക്ക്. അപ്പോൾ ഈ ഒരു പുതുതലമുറ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മാഷ്ക്ക് എന്താണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, പുതുതലമുറ വർത്തമാനകാലത്തിൻ്റെ സവിശേഷത, അവരാണ് ഇന്ന് സമൂഹത്തെ നിയന്ത്രിക്കുന്നത്. ഇപ്പം നമുക്കറിയാലോ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇന്നലെ ഡൽഹിയിലുണ്ടായ സംഭവം,
ആ സംഭവം നമ്മൾ ഈ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമൊന്നും അല്ലെങ്കിലും പുതുതലമുറ അവരെ ഇക്കാലം അത്രയും അടിച്ചമർത്തി അതിൻ്റെ നേതാവ് പറഞ്ഞ വാക്കെന്താ, ഹിന്ദു മുസ്ലിം വൈരമുണ്ടാക്കി 10-12 കൊല്ലം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തി എന്നാണ് അവർ പറഞ്ഞത്. അത് തിരിച്ചറിവാണ്, അതൊരു പ്രതീക്ഷയുമാണ്. അപ്പോൾ പുതുതലമുറ ജൻസി പുതിയ ടീം കാര്യങ്ങളെ വിലയിരുത്താനും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അതിനൊക്കെ കഴിവുള്ള വിധത്തിൽ അവർ ആ സംവിധാനത്തിലേക്ക് അവരൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയില്ല, വലിയ റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു.